പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൽത്താറയിൽ നടന്ന 10,000 ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഇന്ന് ഈ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട്. ഈശോയെ, ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന അളിച്ചത് കർത്താവെ, ആ മക്കളുടെ മേലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത ചൈതന്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ, അവർ ചെന്ന് ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഹോസ്റ്റലിൽ നിന്നും അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും ഓരോരോ കാര്യത്തിനായി ഇന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഇടപെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവർ ഒപ്പിടുന്ന കടലാസ് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സംസാരിക്കുന്ന സംസാരത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നീ തന്നെയായിരിക്കണേ കർത്താവ് മൂന്നാമതൊരാളായിട്ട് അവിടെ നിൽക്കേണ്ടത്. കർത്താവ്, വാഹനം ഹയർ ചെയ്ത് ഉപയോഗിക്കുന്നവർ, ട്രെയിനിൽ പോകുന്നവർ, മറ്റു വാഹനങ്ങളിൽ പോകുന്നവർ അപകടമില്ലാതെ വീട്ടിലെത്തുന്നതിന് വേണ്ടി യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ യാത്രയ്ക്ക് കൂട്ടുപോകുന്നവരെ, അവിടെ യാത്രയെ കണ്ടുമുട്ടുന്ന വ്യക്തികളെ അകപ്പെടാതിരിക്കാനും പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ ചാടാതിരിക്കാനും എടുക്കുന്ന തീരുമാനം കറക്റ്റായിരിക്കാനും കറക്റ്റ് തീരുമാനത്തിൽ നിനക്ക് വിജയം ഉണ്ടാകാനും പരിശുദ്ധ ദേവമാത നിങ്ങൾ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ Lord Jesus Christ, pour out His Spirit, let fire fingers soak with the precious blood. Lord, in peace, Spirit of power and grace. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ബൈബിളിലെ നിർഭയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽ ഓഫ് ഗോഡ് കാലാവസ്ഥ ഭേദങ്ങളോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ബൈബിൾ നിർഭയത്വം എന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ നിർഭയത്വത്തിൻ്റെ കൂടെ വേറൊരു സാധനം വരുന്നുണ്ട്. ഫിയർ നോട്ട്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്.
അതായത് തമ്മിൽ യോജിച്ചാൽ പോണത്. വിൽ ഓഫ് ഗോഡ് വരുമ്പോൾ ഇപ്പം ഈശോ ആത്മാവ് അവനെ, വിൽ ഓഫ് ഗോഡാണത്. വായിച്ച ഭാഗം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പറഞ്ഞ മക്കളെ, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പൊ ഒരു ദൈവ പൈതലാകുമ്പോ സ്വാഭാവികമായിട്ടും മരുഭൂമിയാണെങ്കിലും നയിക്കണ ദൈവമാണെന്നൊരു ബോധം ഉണ്ടാകണം. ഇപ്പം കടമാണ്, രോഗമാണ്, ഭർത്താവ് എന്നോട് സംശയമാണ്, എൻ്റെ മക്കളുടെ മുമ്പിൽ എനിക്ക് വരയില്ല എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോഴും ഓർക്കണം ദൈവവേദനെ, നീ പതറരുത്, ഭയപ്പെടുകയും ചെയ്യരുത്. എന്താണ്? നയിക്കണത് ദൈവമാണെന്നുള്ള ബോധം ഉണ്ടാകണം. ആത്മാവ് അവനെ എങ്ങോട്ട് നയിച്ചു? ആത്മാവ് പണ്ടിവനെ നയിച്ചു. എങ്ങോട്ടാണ് നയിച്ചത്? ജോർദാൻ നദിയിലേക്ക്, നിശ്ചലമായ ജലാശയത്തിലേക്ക് നയിച്ച അതേ ആത്മാവ് തന്നെ ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ കാലാവസ്ഥ മാറി. എന്താണ്? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇതേ ആത്മാവ് തന്നെ. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ധൈര്യം വേണം. കാര്യം നമുക്കിത് മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, ഈ ദിവസങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതായത് ഇതെല്ലാം കണക്റ്റഡാണ്. ഇതെല്ലാം വെച്ചാൽ നമ്മൾക്ക് ഇനി ഈശോ മരുഭൂമിയിൽ ചെല്ലുമ്പോഴെന്താ സംഭവിക്കണത്? മരുഭൂമി ചെല്ലുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെല്ലാം സംഭവിക്കുന്നുണ്ട് അവിടെ. എന്താ കാരണം? മരുഭൂമിയിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പരീക്ഷണങ്ങളാണ് വരണത്. പിന്നെ മരുഭൂമി എന്ന് പറഞ്ഞാൽ പിന്നീട് വചനം ഞാൻ ഓർത്തില്ല, ഈ ബൈബിൾ ഇത്രയും ഡെപ്താണെന്നറിയത്തില്ല. അത് ഓരോ ദിവസം ചെല്ലും തോറും ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടില്ലേ, അതായത് വിലാപങ്ങളുടെ പുസ്തകത്തിലൊക്കെ കണ്ടില്ലേ, 3:22 ഓരോ ദിവസവും കർത്താവ് പുതിയ സ്നേഹമെന്ന് പറയുന്നത്. ഇതുപോലെയാണ് പുതിയ സ്നേഹവും പുതിയ സംഭാഷണവും. ഒരേ വചനം തന്നെ ആയിരിക്കും, പക്ഷേ ഓരോ ദിവസവും കർത്താവ് വ്യത്യസ്തങ്ങളായ വചനത്തിന് പ്രത്യേകമായ കമ്മ്യൂണിക്കേഷൻ മോഡ് തരും. ഓരോരോ ഒരേ വചനത്തിൻ്റെ ഫ്രെയിം എടുത്തിട്ട് അതിലൂടെ മൾട്ടി കമ്മ്യൂണിക്കേഷൻസ് നടത്തും. സംവേദനം ചെയ്യുന്ന ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കും. സംഭാഷണവും വാക്കുകളെല്ലാം ഒന്നായിരിക്കും, ആശയം വേറെ ആയിരിക്കും. അങ്ങനെ വചനം കമ്മ്യൂണിക്കബിൾ ആകണത്. സംഭാഷണമൊക്കെ എല്ലാം ഒന്നായിരിക്കും, ആശയം വേറെ ആയിരിക്കും. പലപ്പോഴും അതാണ് ഈ ഓരോ പ്രഭാതത്തിലും. വിലാപങ്ങൾ 3:22-23. വിലാപങ്ങൾ 3:22-23. കർത്താവിന്റെ സ്നേഹ ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തില് അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും
നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യമുണ്ടായി. ആ സാക്ഷ്യത്തിൻ്റെ താഴെ 500 കമൻസ് ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ. സാക്ഷ്യം ആരാണെന്നറിയാമോ? ഒരു അപ്പനും മകനും 100% അന്ധര. അപ്പോൾ ഈ അപ്പനും മകനും ആൾക്കാരെ കയറിയിരിക്കണം. അപ്പോൾ അവർ പറയുന്ന കാര്യം അവിടെ അന്ധത സുഖപ്പെടുത്തണമെന്നല്ല പറയണത്. അവർ പറയുന്ന കാര്യം രസമാണ്. അത് എഴുതിയിരിക്കുന്നത് മുഴുവനും ആ കമൻസുകളെല്ലാം പറഞ്ഞ മാതാവ് ഇനി ഇവർ ആൾക്കാരെ വരുമ്പോൾ ഇവിടെ കണ്ണ് തുറന്ന് കൊടുക്കണേ എന്നാണ് ആൾക്കാർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരതല്ല പറയണത്. അവർ അപ്പനും മകനും 100% അന്ധരാണ്. അവർ ആൾക്കാരെ കയറി നിൽക്കണം. അവർ പറയണത് അവരുടെ ഉടമ്പടി അനുഭവങ്ങളെക്കുറിച്ചാണ് പറയണത്. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ മകന് അവന് 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അവർ അന്ധരാണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ കണ്ടില്ലേ? അപ്പോൾ അവർ തോറ്റിട്ടില്ലെന്നല്ലേ, ജീവിതത്തിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പറഞ്ഞാലും ദൈവം അപ്പൊ ഈ ജീവിതത്തിൻ്റെ വലിയ ഒരു പസ്സില് കൊട്ടത്തേങ്ങ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണ്. എന്താ കാര്യം? സ്ക്രീൻ കാണാൻ പാടില്ലാത്തവൻ, കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ കാണാൻ പാടില്ലാത്തവൻ എങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണത്? അത് നോൺസെൻസ് അല്ലേ? നോൺസെൻസ് ആണെങ്കിലും അതിനൊരു സെൻസും ഇല്ലെങ്കിലും ആ മകനത് ആഗ്രഹിക്കുകയും. അപ്പോഴപ്പം പറയണത് നമുക്ക് അമ്മയോട് പറയാവുന്ന പറയണത്. അപ്പൻ അതിൻ്റെ അകത്ത് ഇതെങ്ങനെ സാധിക്കൂടാന്നൊന്നും അപ്പൻ നിരുത്സാഹപ്പെടുത്തണില്ല. വിശ്വാസിക്കുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസി ഓട്ടോമാറ്റിക്കായിട്ട് അവന് ഉണ്ടാകുന്നൊരു ഗുണം എന്താണ്? പ്രത്യാശ ഉണ്ടാകും. മനസ്സിലായില്ലേ? വിശ്വാസിക്ക് വിശ്വാസം മൂത്ത് കഴിയുമ്പോഴാണ് പ്രത്യാശ വരണത്. വിശ്വാസത്തിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈശോയുടെ ഒരു പ്രാർത്ഥന കേട്ടിട്ടില്ലേ? വിശ്വാസം മൂത്ത് ഈശോ പ്രത്യാശ പ്രഘോഷിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ്? പിതാവേ, അങ്ങേക്ക് എല്ലാം സാധ്യമാണ് എന്ന് പറഞ്ഞ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ. മർക്കോസ് 14:36. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. വിഷയം അതായത് മുമ്പേ കാണുന്ന വിഷയങ്ങൾ എന്താണ്? കർത്താവ് പറഞ്ഞ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമെന്നുള്ള ആ ദുർഘട നിമിഷങ്ങളിലും
ദൈവത്തിന് അനന്ത സാധ്യതയെ പ്രഘോഷിക്കാനുള്ള സാധ്യതയാണ് വിശ്വാസം നൽകുന്നത്. വിശ്വാസത്തിൽ നിന്നാണ് ഈ പ്രത്യാശ വരുന്നത്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളെയും വിശ്വാസം സ്നേഹത്താൽ കടുക് എണ്ണയിൽ വറയിടുന്ന പോലെ വിശ്വാസം സ്നേഹത്താൽ മൂക്കും. അതാണ് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം എന്ന് പറയുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം മഹത്വം ആരാധന. ഗലാത്യ 5:6 എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്, ഉടമ്പടിയുടെ ഇന്ധനം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ പ്രത്യാശ. അപ്പം ഇവിടുത്തെ ഇപ്പം നമ്മൾ പെട്രോൾ കൊണ്ട് പ്രവർത്തനക്ഷമമായ കാറ്, ഏവിയേഷൻ ഓയിൽ കൊണ്ട് പ്രവർത്തനക്ഷമമായ എയ്റോപ്ലെയിൻ എന്നൊക്കെ പറഞ്ഞ പോലെ സാങ്കേതിക ജ്ഞാനമാണിത്. നമ്മുടെ ഇതിലുള്ള വിശ്വാസം വരണത്, എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം, ഉടമ്പടി ഒരു പരസ്പര ബന്ധമാണല്ലേ. അപ്പോൾ ഈ പരസ്പര ബന്ധത്തിൽ ഗിയർ ചേഞ്ച് ചെയ്യും. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയറിലോട്ട് പോകുമ്പോൾ സ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പക്ഷേ എങ്കിലും ഈ വിശ്വാസം എന്ന് പറയുന്ന ആദ്യത്തെ ഫസ്റ്റ് ഗിയറിന് അത് സ്നേഹത്തിലാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ല ബുദ്ധിയിലല്ല. വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയണത്, അത് ആ ബിബ്ലിക്കൽ ഫെയ്ത്ത് വർക്കൗട്ട് ചെയ്യണത് സ്നേഹത്താലാണ്. ബിബ്ലിക്കൽ ഹോപ്പ് വർക്ക് ചെയ്യണതും സ്നേഹത്താലാണ്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച് എന്താണ്? വാട്ട് ഈസ് അവർ ബേസിക് ചലഞ്ച്? അടിസ്ഥാനപരമായി നമ്മുടെ ഉണ്ടാകുന്ന വെല്ലുവിളി എന്താണ്? സ്നേഹിക്കുക എന്നുള്ളതാണ്. ആരെ സ്നേഹിക്കുക? ദൈവത്തെ എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചാൽ, എൻ്റെ മക്കളെ, ഏത് പച്ചപ്പാതയിലേക്ക് നിങ്ങളെ കണ്ണും പൂട്ടി പറയാൻ പറ്റണം. എന്താണ്? ദൈവത്തെ സ്നേഹിക്കാൻ. കൈയടിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പേര് ഹെവൻ റോസ്. ഞാൻ കണ്ണൂർ ചെങ്ങോം സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ ഭാഗമാണ്. ഞാനൊരു നേഴ്സായിരുന്നു. എനിക്ക് OET എന്നുള്ളത് വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു. പുറത്തേക്ക് പോയി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ OETക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് കൃപാസന മാതാവിനെക്കുറിച്ചും മാതാവിൻ്റെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ചും ഞാൻ അറിയുന്നത്. അങ്ങനെ 2022 മെയ് 28 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലുള്ള എല്ലാ നിയോഗങ്ങളും എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ ഞാൻ ചെയ്യാനായി ശ്രമിച്ചിരുന്നു. ഞാൻ നേഴ്സായതിനു ശേഷം 2 വർഷം വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്ത പൈസ കൊണ്ടാണ് ഞാൻ OET കോച്ചിങ്ങിനായാലും പരീക്ഷയ്ക്കായാലും ഞാൻ റെഡിയായത്. പക്ഷേ ആദ്യത്തെ എക്സാം ഞാൻ പരീക്ഷ എഴുതിയതെങ്കിലും പാസ്സായില്ല. എനിക്ക് ക്ലബിംഗ് സ്കോർ പോലും ഇല്ലാണ്ട് ഞാൻ ഫെയിലായി. അതെനിക്ക് വളരെയധികം മാനസികമായിട്ട് നല്ല പ്രയാസം ഉണ്ടാക്കി. രണ്ടാമത് ഞാൻ ഒന്നും കൂടി ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. അതിനു മുമ്പായിട്ട് ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പത്രങ്ങളൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയി കൊടുത്തു. രോഗികളെ കാണുകയും അവർക്ക് കാശ് രൂപമൊക്കെ കൊണ്ടു കൊടുത്തു. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ കാരുണ്യ പ്രവർത്തികളും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ആദ്യത്തെ എക്സാം കഴിഞ്ഞ് രണ്ടാമത്തെ എക്സാമിലോട്ട് റെഡി ആയപ്പോൾ ഞാൻ എന്നിലുള്ള കുറവ് എന്താണെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളെ തന്നെ സ്വയം വിട്ടുകൊടുക്കാത്തത് കൊണ്ടായിരിക്കും എനിക്ക് പരീക്ഷ പാസ്സാവാത്തതെന്ന് മനസ്സിലായി. അങ്ങനെ രണ്ടാമത്തെ എക്സാം ഞാൻ വളരെയധികം താല്പര്യത്തോടും വളരെയധികം പ്രതീക്ഷയോടും കൂടി എഴുതി. പക്ഷേ രണ്ടാമത്തെ എക്സാം ഞാൻ ഫെയിലായി.
ആദ്യത്തെ എക്സാമിൻ്റെ അത്രയും പോലും മാർക്ക് എനിക്ക് രണ്ടാമത്തെ എക്സാമിന് ലഭിച്ചില്ല. അതെനിക്ക് വളരെയധികം മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കി. ഇനി ഞാൻ പരീക്ഷ എഴുതണമെന്നൊരു ചിന്ത പോലും വന്നു. നാട്ടുകാരും വീട്ടുകാരെല്ലാം ചോദിക്കാൻ തുടങ്ങി, ഇനിയും പരീക്ഷ എഴുതാൻ പോവാണോ, ഇനി പഠിക്കണോ, ജോലിക്ക് പോയാൽ പോരെന്നൊക്കെ എല്ലാവരും എന്നോട് ചോദിച്ചു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ ഇരിക്കെ തന്നെ മൂന്നാമതായിട്ട് ഒന്നും കൂടി എഴുതാമെന്ന് തീരുമാനിച്ചു. അപ്പോഴും ഞാൻ മാതാവിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നന്നായി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ധൈര്യം എനിക്ക് ലഭിച്ചു. മൂന്നാമതായിട്ട് ഞാൻ പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു. എൻ്റെ അക്കൗണ്ടിൽ കറക്റ്റായിട്ട് മൂന്നാമത്തെ ഒരു എക്സാമിനുള്ള പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ പരീക്ഷയ്ക്കായി പോയി. ഡിസംബർ 17 ഞാൻ ഡേറ്റ് എടുത്തു, പരീക്ഷ എഴുതി. പരീക്ഷ ഹാളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ എനിക്ക് ഓരോരോ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. മാതാവിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടു. പിന്നെ റൈറ്റിങ്ങിനാണെങ്കിലും എനിക്ക് വന്ന ടാസ്ക്, ഫസ്റ്റ് എക്സാമിന് എനിക്ക് ലഭിച്ച അതേ ടാസ്ക് തന്നെയാണ് റൈറ്റിങ്ങിന് എനിക്ക് വന്നത്. അങ്ങനെ ഇതുവരെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതെനിക്കൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. പിന്നെ സ്പീക്കിങ്ങിന് കയറുമ്പോൾ ആണെങ്കിലും എപ്പോഴും എന്നോട് ടീച്ചേഴ്സ് പറയുക, സ്പീക്കിങ്ങിന് നിൻ്റെ ടോൺ ശരിയാക്കാൻ മതി, ബാക്കിയെല്ലാം ഓക്കെ ആണെന്നാണ് പറയാറ്. പക്ഷേ എനിക്കങ്ങനെ ടോൺ നന്നായിട്ട് ആക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എക്സാം ഹോളിൽ കയറുമ്പോൾ ഞാൻ എൻ്റെ ഇൻ്റർലൊക്കേറ്ററിൻ്റെ അടുത്ത് കുട്ടികളൊക്കെ ആക്ഷൻ സോങ് പാടുന്ന പോലെ സ്പീക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ സ്പീക്ക് ചെയ്ത് എനിക്ക് നല്ല മാർക്ക് കിട്ടുമായിരിക്കുമോ, അവർക്ക് നെഗറ്റീവായിട്ട് തോന്നുമെന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ റൈറ്റിങ്ങിന് 270 മാർക്ക് എനിക്ക് എപ്പോഴും കിട്ടുകൊണ്ടായിരുന്നുള്ളൂ. അതെപ്പോഴും സി ഗ്രേഡാണ്. അതിൽ നിന്നെല്ലാം 400 മാർക്ക് നൽകി എനിക്ക് മാതാവ് അനുഗ്രഹം നൽകി. അതുകൂടാണ്ട് സ്പീക്കിങ്ങിന് എനിക്ക് എപ്പോഴും 340 നിന്നിരുന്നത്, അതെനിക്ക് 450 ആക്കി മാതാവ് തന്നു. എ ഗ്രേഡാണത്. അങ്ങനെ എനിക്ക് അയർലൻഡ് സ്കോർ നൽകി അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പക്ഷേ എനിക്ക് UK പോകാനായിരുന്നു ആഗ്രഹം. ആ സമയത്ത് തന്നെ ഒരു പുതിയ റൂള് വന്നു, നിങ്ങൾക്ക് ആദ്യത്തെ എക്സാമിൻ്റെ റൈറ്റിങ്ങിന് സി ഗ്രേഡുള്ള ഏതെങ്കിലും സ്കോർ കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് ക്ലബ് ചെയ്യുക, അതായത് UK സ്കോർ ആവുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ എക്സാമുമായിട്ട് ക്ലബ് ചെയ്ത് UK സ്കോർ ആക്കി. ഇപ്പം എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ്ങിൽ പിന്നെ ഉള്ള നല്ലൊരു ഏജൻസി കിട്ടാൻ വേണ്ടി അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് ഒരു നല്ല ഏജൻസിനെ തന്നെ എനിക്ക് കാണിച്ചു തന്നു. പിന്നെ CBT എക്സാം ഒക്കെ കോച്ചിങ് ഒന്നും കൂടാണ്ട് തന്നെ എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാക്കി തന്നു. ഇൻ്റർവ്യൂ എല്ലാം എളുപ്പമായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. കഴിഞ്ഞ ആഴ്ച എൻ്റെ വിസ വന്നു. ഞാൻ ഈ മാസം പകുതിയോട് കൂടെ UK പോവുകയാണ്. ഇത്രത്തോളം അനുഗ്രഹം നൽകി അമ്മ മാതാവിനെ അനുഗ്രഹിച്ചതിനോർത്ത് അമ്മ മാതാവിന് 1000 നന്ദി, എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ സ്ഥലം മാനന്തവാടി, വയനാടാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 19 ഉടമ്പടി എടുത്തതാണ്. പിന്നെ കൊറോണയൊക്കെ വന്നതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ല. പിന്നെ ഞാൻ മാതാവിനോട് ചെറിയ കെറുവായിട്ടിരിക്കുകയായിരുന്നു. ഞാൻ 10-45 പേരെയൊക്കെ അന്ന് ധ്യാനത്തിന് ഇവിടെ കൊണ്ടുവരുമായിരുന്നു, ഉടമ്പടി എടുക്കാനും എടുത്തു. പക്ഷേ എനിക്ക് ഒന്നും തന്നില്ല മാതാവ്. ഞാൻ കൊണ്ടുവന്നവർക്കെല്ലാം അനുഗ്രഹം കൊടുത്തു. അപ്പം ഞാൻ മാതാവിനോട് കൊതികുത്തി, എനിക്കൊന്നും തന്നില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ഇത് ശരിയാകിയല്ല, മാതാവിനോട് കൊതികുത്താൻ ഞാൻ ആളല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കൃപാസനത്തിൽ പോകണമെന്ന് ഓർത്ത് ഞാൻ ജനുവരി 30 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പം പുതുക്കാൻ വന്നപ്പോൾ ജോസഫച്ചൻ ഇവിടെ ഇല്ലയെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത. അസ്വസ്ഥത ഉണ്ടാകാൻ കാരണമുണ്ട്. എനിക്ക് ബാങ്കിൽ ഒരു 5 ലക്ഷം രൂപ ലോണ് ഓവർഡ്രായി ജപ്തിയായ അവസ്ഥയിലായിരുന്നു. അപ്പോൾ അവർ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ബേജാറായി. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്നപ്പം ജോസഫച്ചനുമില്ല. അപ്പോൾ എന്നെ മാതാവ് പുറത്തെ ആയിരിക്കുന്ന രൂപത്തിൻ്റെ അങ്ങോട്ട് എന്നെ ആകർഷിച്ചു. ഞാൻ അവിടെ ചെന്ന് അവിടെ കയറി നിന്ന് എൻ്റെ ബാങ്കിൻ്റെ പാസ്ബുക്കും നോട്ടീസും കൂടെ ആ മാതാവിൻ്റെ ഫ്രെയിം ചെയ്ത രൂപത്തിൽ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനവും ശാന്തി. അപ്പോൾ എനിക്ക് തോന്നി, അച്ഛനില്ലെങ്കിലും മാതാവാണല്ലോ എല്ലാറ്റിനും ഉടയവൻ. അതുകൊണ്ട് മാതാവ് ഈശോ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ എന്നാ വേണ്ടതെന്നുള്ളൊരു സമാധാനം. ഞാനവിടെ നിന്ന് അപ്പോൾ എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ മണം വരാൻ തുടങ്ങി. ഞാനവിടുത്തെ ആരുടെയും തലയിലുള്ളതായിരിക്കും എന്നിട്ട് ഞാനവിടെ പൊക്കമുള്ളതുകൊണ്ട് ഇങ്ങനെ എല്ലാവരെയും നോക്കിയപ്പോൾ ആരുടെയും തലയിൽ പൂവില്ല. എനിക്ക് നല്ല മണം വരുന്നുണ്ട് താനും. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, നീ ഇവിടെ ഉണ്ടല്ലേ, നീ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്നാ വേണ്ടേ, നീ എനിക്ക് അടയാളം തന്നല്ലോ എന്ന് എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങനെ നട ഇറങ്ങി കഴിഞ്ഞപ്പം മാതാവിനോട് പറയുകയാണ്, നീ പോയി കുംസാരിക്ക്,
നീ പാപമെല്ലാം ഏറ്റു പറയേ, നീ ഇങ്ങനെ പോയാൽ ശരിയാകുകയില്ല എന്നുള്ള തോന്നൽ. അപ്പം ഞാൻ ഇനി വേഗം കുംസാരിക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു വാളണ്ടിയേഴ്സിനെ കണ്ടു. ഞാൻ ചോദിച്ചു, ബ്രദറെ എവിടെയാണ് കുംസാരിക്കേണ്ടത്? അതല്ലേ ബോർഡ്. അപ്പം ഞാൻ ചോദിച്ചു അതിലെ എങ്ങോട്ട് പോകും? അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു ഇതിലെ എങ്ങനെ പോയി അങ്ങനെ അവിടെ ചെന്നാൽ മതി. ഞാൻ സമയം നോക്കുമ്പോൾ 1:30 ഞാൻ വേഗം ഓടി. ഈശോ പറഞ്ഞത് കേൾക്കണമല്ലോ. ഞാൻ വേഗം ചെന്നു. അച്ഛൻ ഞാൻ ചെന്നത് കണ്ട് അച്ഛൻ ഇങ്ങനെ ഏറ്റു നോക്കുക എത്ര പേരുണ്ട്. അപ്പോൾ എനിക്ക് അച്ഛൻ ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നെയും കൂടെ സംസാരിച്ചിട്ട്